നമസ്കാരം. ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന എല്ലാവരും അറിയേണ്ട ഒരു വലിയ അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇനി മുതൽ ഗൂഗിൾ പേ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അധിക ചാർജ് അടയ്ക്കേണ്ടി വരും. ഇത് എന്തിനാണ്, എത്ര രൂപയാണ് ചാർജ്, വിശദാംശങ്ങളാണ് വീഡിയോയിൽ. വീഡിയോ മുഴുവനായും കാണുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൂടി ചെയ്യുക. ഇനി പണമിടപാടുകൾക്ക് ഫീസ് ഈടാക്കാൻ തീരുമാനിച്ച് ഗൂഗിൾ പേ. ബിൽ പേയ്മെൻറ്റുകൾക്ക് കൺവീനിയൻസ് ഫീ എന്ന നിലയിലാണ് ചാർജ് ഈടാക്കുന്നത്. നേരത്തെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ UPI പ്ലാറ്റ്ഫോമായ ഫോൺ പേ കൺവീനിയൻസ് ഫീസ് ഈടാക്കി തുടങ്ങിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗൂഗിൾ പേയും സമാന രീതിയിൽ ഫീസ് ഈടാക്കുന്നത്. ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുള്ള യൂട്ടിലിറ്റി ബിൽ പേയ്മെന്റുകൾക്കാണ് ഗൂഗിൾ പേയിൽ ഫീസ് ഉള്ളത്. വൈദ്യുതി ബില്ല്, വാട്ടർ ബില്ല്, പാചകവാതക ബിൽ എന്നിവ അടയ്ക്കുമ്പോൾ അധിക തുക ഇനി മുതൽ അടയ്ക്കേണ്ടി വരും. 0.50% മുതൽ 1% വരെയാണ് ഫീസ് ഈടാക്കുന്നത്. ഇതിനൊപ്പം തന്നെ GSTയും നൽകേണ്ടതായി വരും. ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ് പേയ്മെന്റുകൾ പ്രോസസ്സ് ചെയ്യുന്നതിന് കമ്പനികൾക്ക് ചിലവുണ്ട്. ഇത് നികത്താൻ ഈ ഫീസ് സഹായിക്കുമെന്നാണ് കരുതുന്നത്. മൊബൈൽ റീചാർജുകൾക്ക് ഗൂഗിൾ പേ 3 രൂപ കൺവീനിയൻസ് ഫീസായി നേരത്തെ തന്നെ ഈടാക്കാൻ ആരംഭിച്ചിരുന്നു. അതേസമയം UPI ഇടപാടിന് മാത്രമാണ് കൺവീനിയൻസ് ഫീസ് നൽകേണ്ടി വരിക. നേരിട്ടുള്ള ഇടപാടിന് ഇത് ബാധകമാകില്ല. ഇന്ന് കോടിക്കണക്കിന് ആളുകളാണ് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് വിപണി വിഹിതത്തിൽ 2ാം സ്ഥാനമാണ് ഗൂഗിൾ പേയ്ക്കുള്ളത്. ഈ പുതിയ ചാർജിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ എഴുതുക. കൂടാതെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു വാർത്തകളും അറിയിപ്പുകളുമായിട്ട് വീണ്ടും കാണാം.